ഹിന്ദു പുരാണമനുസരിച്ച് ദേവന്മാർക്ക് സമയാസമയങ്ങളിൽ ധർമാധർമ്മങ്ങളെക്കുറിച്ചും വേദവേദാന്തങ്ങളെക്കുറിച്ചുമൊക്കെ ഉപദേശം നൽകിയിരുന്നത് ദേവഗുരുവായിരുന്ന ബൃഹസ്പതിയായിരുന്നു. അതുപോലെ അസുരന്മാർക്കും ഉണ്ടായിരുന്നു ഒരു ഗുരു. അദ്ദേഹത്തിൻ്റെ പേര് ശുക്രാചാര്യർ എന്നാണ്. അപ്പോൾ ദേവന്മാർക്ക് ബൃഹസ്പതി ഉണ്ട്, അസുരന്മാർക്ക് ശുക്രാചാര്യരുണ്ട്. നമ്മുടെ നാട്ടിൽ UDFന്, പ്രത്യേകിച്ച് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിന്, ഈ ബൃഹസ്പതിയുടെ റോളിൽ ഒരാളുണ്ടെങ്കിൽ അത് ആദർശധീരന്മാരിൽ ഒന്നാമനായ VM സുധീരനാണ്. സർക്കാരിൻ്റെ മദ്യനയം ഏത് രീതിയിലായിരിക്കണം, SNDP യോഗത്തോടുള്ള നിലപാട് ഏത് രീതിയിലായിരിക്കണം, വെള്ളാപ്പള്ളി നടേശനെ ഏത് വഴിക്ക് വിടണം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ VD സതീശന് കൃത്യമായി നിർദ്ദേശങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഈ അഭിനവ ബൃഹസ്പതിയായിട്ടുള്ള സാക്ഷാൽ VM സുധീരനാണ്. ഈ കഴിഞ്ഞ ദിവസം K കരുണാകരൻ്റെ 108ാം ജന്മദിനമായിരുന്നു. ജീവിച്ചിരുന്ന കാലത്ത് K കരുണാകരനോട് വലിയ ബഹുമാനം വച്ച് പുലർത്തിയിരുന്നവരാണ് സുധീരനും അതുപോലെ ആൻ്റണി ഗ്രൂപ്പിലെ മറ്റ് നേതാക്കന്മാരും. അവരൊക്കെ ഇപ്പോൾ കരുണാകരൻ്റെ വലിയ ആരാധകരായി മാറിയിരിക്കുകയാണ്. അപ്പോൾ സുധീറിൻ്റെ ഏറ്റവും പുതിയ ഡിമാൻഡ് അല്ലെങ്കിൽ ഏറ്റവും പുതിയ ഉപദേശം എന്ന് പറയുന്നത് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിന് ലീഡർ K കരുണാകരൻ്റെ പേരിടണം എന്നുള്ളതാണ്. അതിൽ കുറച്ച് ശരിയുണ്ട്. കാരണം എന്താ വെച്ചാൽ ഈ പണ്ട് കൊച്ചി വിമാനത്താവളം എന്ന് പറഞ്ഞാൽ വളരെ ചെറിയൊരു സംഗതിയാണ്. അത് വെല്ലിംഗ്ടൺ ഐലൻഡിലായിരുന്നു. നേവിയുടെ ഒരു ചെറിയ വിമാനത്താവളമായിരുന്നു. പിന്നെ നേവിക്കാരത് അടച്ചു പൂട്ടാൻ ഉദ്ദേശിച്ചു. കേരള സർക്കാരിനോട് വേറെ സ്ഥലം കണ്ടുപിടിക്കാൻ പറഞ്ഞു. അന്ന് K കരുണാകരനായിരുന്നു മുഖ്യമന്ത്രി. കരുണാകരൻ്റെ അവസാനത്തെ ടൈമാണ് 1991 മുതൽക്ക് 95 വരെ കരുണാകരൻ ഭരിച്ച കാലം. കരുണാകരൻ്റെ ഉത്സാഹത്തിൽ ആദ്യം പരിശോധിച്ച സ്ഥലം എന്ന് പറയുന്നത് ആലപ്പുഴ ജില്ലയിൽ ഈ അരൂർ മണ്ഡലത്തിൽപ്പെട്ട പെരുമ്പളം ദ്വീപാണ്. പെരുമ്പളത്തേക്ക് അന്ന് പാലമില്ല, പാലം ഈ സമീപകാലത്ത് ഉണ്ടായത്. പെരുമ്പളത്ത് പരിശോധന നടത്തി ഏതാണ്ട് പെരുമ്പളത്ത് വരും എന്ന ഘട്ടമെത്തിയപ്പോൾ കുറച്ചുകൂടി നല്ലൊരു സ്ഥലം കണ്ടെത്തി. അതാണ് ഇപ്പോഴത്തെ നെടുമ്പാശ്ശേരി. നെടുമ്പാശ്ശേരി വിമാനത്താവളം എന്നാണ് പേരെങ്കിലും ഇത് സ്ഥിതി ചെയ്യുന്നത് നെടുമ്പാശ്ശേരി പഞ്ചായത്തിൽ പോലുമല്ല, നേരെ പറഞ്ഞ് കാഞ്ഞൂർ പഞ്ചായത്തിലെ തുറവുകര എന്ന സ്ഥലത്താണ്. ഈ തുറവുകരയ്ക്ക് പക്ഷേ ആ ഒരു ഗ്ലാമർ കിട്ടിയില്ല. രേഖകളിലൊക്കെ ഇത് നെടുമ്പാശ്ശേരി വിമാനത്താവളം അല്ലെങ്കിൽ കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ടുമായി മാറിപ്പോയി. അപ്പോൾ കരുണാകരൻ്റെ ഒരു മുൻകൈയിലാണ് ഇങ്ങനെ ഒരു സാധനം ഉണ്ടായത്. അതിൻ്റെ ഒരു പ്രധാന ചുമതലക്കാരനായിട്ട് VJ കുര്യൻ IAS എന്ന് പറഞ്ഞ ആളെ അവിടെ നിയമിച്ചത് കരുണാകരനാണ്. പിന്നീട് VJ കുര്യനും അദ്ദേഹത്തിൻ്റെ സ്തുതിഗായകരും പറയുന്നത് VJ കുര്യനാണ് അവിടെ വിമാനത്താവളം ഉണ്ടാക്കിയത്. അത് കരുണാകരൻ മുഖ്യമന്ത്രിയായിരുന്നു എന്ന് മാത്രമേ ഉള്ളൂ എന്നൊക്കെയാണ്. അതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഞാനിപ്പോൾ ആ ഭാഗത്തേക്ക് പോകുന്നില്ല. മറ്റ് പല വിമാനത്താവളങ്ങൾക്കും ഇതുപോലെ മുൻ മുഖ്യമന്ത്രിമാരുടെ അല്ലെങ്കിൽ മുൻ പ്രധാനമന്ത്രിമാരുടെയൊക്കെ പേരിട്ടുണ്ട്. ഇപ്പോൾ ഡൽഹി വിമാനത്താവളത്തിന് ഇന്ദിരാഗാന്ധി ഇൻ്റർനാഷണൽ എയർപോർട്ട് എന്നാണ് വിളിക്കുന്നത്. ഹൈദരാബാദ് വിമാനത്താവളത്തിന് രാജീവ് ഗാന്ധി ഇൻ്റർനാഷണൽ എയർപോർട്ട് എന്ന് പറയുന്നു. ഹൈദരാബാദ് വിമാനത്താവളത്തിന് രാജീവ് ഗാന്ധിയുടെ പേരിട്ട് പ്രത്യേകിച്ചും പല കാരണങ്ങൾ കൊണ്ടും ചിന്തോദീപകമാണ്. കാരണം ഹൈദരാബാദ് വിമാനത്താവളത്തിൽ, ഇപ്പോഴത്തെ പുതിയ വിമാനത്താവളത്തിലല്ല, പഴയ ബീഗംപേട്ട് വിമാനത്താവളത്തിൽ വെച്ചാണ് രാജീവ് ഗാന്ധി അന്ന് ആന്ധ്ര മുഖ്യമന്ത്രിയായിരുന്ന അജ്ജയ്യെ അച്ചാലും മുച്ചാലും ചീത്ത വിളിച്ചത്. അജ്ജയ്യെ പൊട്ടിക്കരഞ്ഞു എന്നാണ് ചരിത്രം. അജ്ജയ്യെ പൊട്ടിക്കരഞ്ഞപ്പോൾ അത് തെലുങ്ക് ഗൗരവത്തിന്, അതായത് തെലുങ്കരുടെ ആത്മാഭിമാനത്തിന് മുറിവേറ്റു എന്ന് പറഞ്ഞിട്ടാണ് പിന്നീട് NT രാമറാവു തെലുങ്ക് ദേശം പാർട്ടി ഉണ്ടാക്കിയതും അതിശക്തമായിട്ട് അവിടെ ഒരു തെലുങ്ക് വികാരം ആളിക്കത്തിച്ച് കോൺഗ്രസിനെ ഒരു വഴിക്കാക്കിയത്. അപ്പോൾ ആ നിലയ്ക്ക് വേറെ ആരുടെ പേരിട്ടാലും ഹൈദരാബാദ് വിമാനത്താവളത്തിന് ഇടാൻ പാടില്ലാത്ത പേരായിരുന്നു രാജീവ് ഗാന്ധിയുടെ. പക്ഷേ കോൺഗ്രസ് ഭരണകാലത്ത് രാജീവ് ഗാന്ധിയുടെ പേര് ഈ വിമാനത്താവളത്തിലിട്ടു. അതൊരു വിനോദാഭാസമാണ് അല്ലെങ്കിൽ ഒരു വൈരുദ്ധ്യമാണ് എന്ന് വിചാരിച്ചാൽ മതി. മുൻ മുഖ്യമന്ത്രിമാരുടെ പേരിട്ടുണ്ട്. ഇപ്പോൾ ഭുവനേശ്വർ വിമാനത്താവളത്തിന് ബിജു പട്നായിക് ഇൻ്റർനാഷണൽ എയർപോർട്ട് എന്നും, ലക്നൗ വിമാനത്താവളത്തിന് ചൗധരി ചരൺ സിംഗ് ഇൻ്റർനാഷണൽ എയർപോർട്ട് എന്നുമാണ് വിളിച്ചിട്ടുള്ളത്. അപ്പോൾ അതേ മാതൃകയിൽ K കരുണാകരൻ ഇൻ്റർനാഷണൽ എയർപോർട്ട് എന്ന് പേരിട്ടാലും ആരും ചോദിക്കുകയില്ല, ഒരാളും എതിര് പറയുകയില്ല. എന്താ വെച്ചാൽ കരുണാകരന് അതിലുള്ള പങ്ക് വളരെ പ്രധാനപ്പെട്ടതാണ്, എല്ലാവർക്കും അറിയാം. മാത്രവുമല്ല ഈ സംസ്ഥാന ഗവൺമെൻറ്റിനാണ് ഇതിൽ 30% അതിലധികം ഓഹരിയുള്ളത് വിമാനത്താവള കമ്പനി. വിമാനത്താവള കമ്പനിയുടെ ചെയർമാൻ കേരള മുഖ്യമന്ത്രിയാണ്, അതായത് VD സതീശനാണ്. K കരുണാകരൻ്റെ ഒരു രാഷ്ട്രീയ ശിഷ്യനായിട്ട് കരുതുന്ന അല്ലെങ്കിൽ ലീഡറുടെ കാൽനഖയെന്നും പരീക്ഷകൾ പിന്തുടരാൻ ആഗ്രഹിക്കുന്ന ഒരാളായിട്ടാണ് VD സതീശനെ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ആ നിലയ്ക്ക് തീർച്ചയായിട്ടും VD സതീശൻ ഒരിക്കലും കരുണാകരൻ്റെ പേരിടുന്നതിന് എതിര് പറയാൻ സാധ്യമില്ല. മാത്രവുമല്ല ഇനിയിപ്പോൾ കേന്ദ്രത്തിൻ്റെ എന്തൊരു കൺഗ്രസ് വേണം വിമാനത്താവളത്തിന് പേരിടാൻ. കേന്ദ്രത്തിൻ്റെ ഭാഗത്ത് BJPയുടെ ഭാഗത്തും എതിരുണ്ടാവില്ല. K കരുണാകരൻ K മുരളീധരൻ്റെ മാത്രമല്ല BJP നേതാവായിരിക്കുന്ന പത്മജ വേണുഗോപാലിൻ്റെയും അച്ഛനാണ് എന്നുള്ളതുകൊണ്ട് പത്മജയുടെ അച്ഛൻ്റെ പേര് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിന് ഇടാൻ പാടില്ല, കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ ഇടാൻ പാടില്ല എന്ന് നരേന്ദ്രമോദിയോ അമിത്ഷായോ പോലും പറയുകയില്ല.
അപ്പോൾ സ്വാഭാവികമായിട്ടും വരാവുന്ന ഒരു പേര് തന്നെയാണ് കരുണാകരൻ്റെ. ഞാനും അഭിപ്രായക്കാരനാണ്. ആരുടെയെങ്കിലും ഒരാളുടെ പേര് കൊച്ചി വിമാനത്താവളത്തിൽ ഇടണമെങ്കിൽ അത് നിശ്ചയമായിട്ടും കെ കരുണാകരൻ്റെ പേരാണ്. സുധീറിൻ്റെ അഭിപ്രായത്തോട് സർവാത്മന യോജിക്കുന്നു. യോജിച്ചുകൊണ്ട് തന്നെ ഒരു ചെറിയ സംശയം സുധീരൻ സാറിനോട് ചോദിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇദ്ദേഹം കുറേ കാലം KPCCയുടെ പ്രസിഡൻ്റായിരുന്നല്ലോ. അദ്ദേഹം പ്രസിഡന്റ് സ്ഥാനം ഏൽക്കുമ്പോൾ കേരളത്തിൽ ഉമ്മൻചാണ്ടിയുടെ മുഖ്യമന്ത്രി, അന്ന് വിമാനത്താവള കമ്പനിയുടെ ചെയർമാനും ഉമ്മൻചാണ്ടിയാണ്. കേന്ദ്രത്തിൽ മൻമോഹൻ സിംഗ് ആയിരുന്നു പ്രധാനമന്ത്രി. ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. ഈ 3 പേര് വിചാരിച്ചെങ്കിൽ കെ കരുണാകരൻ്റെ പേര് പുല്ലുപോലെ വിമാനത്താവളത്തിൽ ഇടാമായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് അന്ന് ഓർമ്മ വന്നില്ല. അങ്ങനെ ഒരു പ്രശ്നമുണ്ടല്ലോ, ഓർക്കേണ്ട കാര്യങ്ങൾ ഓർക്കേണ്ട സമയത്ത് ഓർക്കാതെ പോകുക എന്നുള്ളൊരു വലിയ പോരായ്മയാണ്. VM സുധീരൻ ആ സമയത്ത് ഓർമ്മ വന്നില്ല. അന്ന് KPCC പ്രസിഡൻറ്റിൻ്റെ കസേരയിൽ ഇരുന്നുകൊണ്ട് അദ്ദേഹത്തിന് പറയാമായിരുന്നു. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയാണ്, പിന്നെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയാണ്, പ്രധാനമന്ത്രി മൻമോഹൻ സിംഗാണ്. ആരും ഒരു എതിരും പറയുമായിരുന്നില്ല. പക്ഷേ അന്ന് തോന്നിയില്ല. ഇനിയിപ്പോൾ VD സതീശനെ കൊണ്ട് സമ്മതിപ്പിക്കണം. ഇദ്ദേഹത്തിന് ബൃഹസ്പതിയുടെ റോള് മാത്രമേ. ബൃഹസ്പതിയുടെ സാരഥിരുന്നുകൊണ്ട് VM സുധീരൻ VD സതീശന് ഉപദേശിക്കണം. സതീശ, വിമാനത്താവള കമ്പനി ഡയറക്ടർ ബോർഡ് വിളിച്ചു കൂട്ടും, എന്നിട്ടൊരു തീരുമാനമെടുക്കൂ. തീരുമാനം വടക്കോട്ടയക്കും. നരേന്ദ്രമോദി എതിര് പറയാൻ സാധ്യതയില്ല. അതുകൊണ്ട് കെ കരുണാകരൻ്റെ പേര് നമ്മുടെ വിമാനത്താവളത്തിന് നൽകൂ എന്നാണ്. ഏതായാലും അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തോടെ എനിക്കും യോജിപ്പാണുള്ളത്. പക്ഷേ പറയേണ്ട കാര്യം പറയേണ്ട സമയത്ത് മറന്നുപോയത് ഒരു മര്യാദയായില്ല എന്ന് മാത്രം VMനെ സ്നേഹപൂർവ്വം ഓർമ്മിപ്പിക്കുന്നു. ഇനി മേലെങ്കിലും ഇതുപോലത്തെ അബദ്ധങ്ങൾ പറ്റാതെ നോക്കണം എന്ന് ഇപ്പോഴത്തെ KPCC പ്രസിഡൻറ്റ്, ഇനി KPCC പ്രസിഡൻ്റ് സ്ഥാനത്ത് വരാൻ പോകുന്ന ആൾക്കാരെയും അവരെയും ഓർമ്മിപ്പിക്കുന്നു.